പെന്തക്കോസ്തുകാരന്റെ വീട്ടിൽ നിന്നും ചെല്ലപ്പൻ പ്രവാചകൻ കൂടോത്രം പൊക്കുന്നു. നിയമപരമായ മുന്നറിയിപ്പ്. ബ്ലാക്ക് മാജിക് അഥവാ കൂടോത്രം പോലെയുള്ള അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്രകാരം ഒരു വീഡിയോ i2v ന്യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന ആളുകളെയോ അവരുടെ വിശ്വാസത്തെയോ കളിയാക്കുന്നതിന് വേണ്ടിയല്ല ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് അറിയിച്ചു കൊള്ളട്ടെ. ഇതുപോലെ നമുക്ക് ചുറ്റും ആയിരക്കണക്കിന് അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ പോലും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കും മണ്ടത്തരങ്ങൾക്കും അടിമപ്പെട്ട് പണം മാത്രമല്ല മാനവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കിത് കാണുമ്പോൾ വളരെ തമാശയായി തോന്നുമെങ്കിലും പതിനായിരക്കണക്കിന് ആളുകൾ ഇത്തരം തട്ടിപ്പുകളിൽ വിശ്വസിക്കുന്നു, ചെന്ന് വീഴുന്നു എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചാൽ, വേണ്ടപ്പെട്ട ആരെങ്കിലും അകാലത്തിൽ മരണമടഞ്ഞാൽ, രോഗങ്ങൾ വന്നാൽ, കഷ്ടതകൾ വന്നാൽ, ജോലി പോയാൽ, മനസ്സമാധാനം നഷ്ടപ്പെട്ടാൽ, ഇത്തരം അവസരങ്ങളിലാണ്, ഇത്തരം ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസരങ്ങളിലാണ് നമ്മൾ കാണാൻ പോകുന്ന ചെല്ലപ്പൻ പ്രവാചകനെ പോലെയുള്ള ഊളകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഊളിയിട്ട് കയറുന്നത് എന്ന് മനസ്സിലാക്കണം. ഇവർ പറയും ഇതിനെല്ലാം കാരണം നമ്മുടെ കുടുംബക്കാരോ അയൽവക്കക്കാരോ ശത്രുക്കളോ കാര്യമായി കൂടോത്രം ചെയ്തത് വെച്ചത് കൊണ്ടാണ് എന്ന്. ഇതിനെല്ലാം ഒരു കാരണം നോക്കിയിരിക്കുന്ന നമ്മൾ അത് വിശ്വസിക്കുകയും ചെയ്യും. നമ്മുടെ പരാജയം കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അനർത്ഥങ്ങൾ വന്നതെന്ന് ആരും സമ്മതിച്ചു കൊടുക്കില്ല. പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത് റാന്നിയിലെ ഒരു പെന്തക്കോസ്ത് അച്ചായന്റെ വീട്ടിൽ ചില അനർത്ഥങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ചെല്ലപ്പൻ പ്രവാചകൻ എന്നൊരു ഉടായ്പുകാരന്റെ വലയിൽ വീഴുന്നതാണ്. അത്യാവശ്യം വിദ്യാഭ്യാസവും ബൈബിൾ ജ്ഞാനവും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ഈ അച്ചായന്റെ വീട്ടിൽ അടുത്ത ബന്ധുക്കളിൽ ഒരാൾ ചെയ്തു വെച്ച കൊടിയ കൂടോത്രം ഈ ഉടായ്പ ചെല്ലപ്പൻ എടുത്തു കൊടുത്ത അന്നു മുതൽ അച്ചായൻ ഇയാളുടെ അടിമയായി. ഇതിലൊന്നും വിശ്വാസമില്ലാത്ത വിദേശത്തുള്ള തന്റെ ഭാര്യയെ കാണിച്ചു കൊടുക്കുന്നതിനായി ഈ അച്ചായൻ തന്നെ കമന്ററി പറഞ്ഞ് തന്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഇതിനെയാണ് സ്വയം കൃതാനാർത്ഥം എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് പെന്തക്കോസ്ത് അച്ചായൻ ചെല്ലപ്പൻ പ്രവാചകനെ കുറിച്ച് ഭാര്യയ്ക്ക് നല്ല ഒരു ഇംപ്രഷൻ കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ആ ഇൻട്രോ ഒന്ന് കേൾക്കാം. ഇതൊന്നും സത്യമായിരിക്കില്ല. ഈ അച്ചായനെ പറ്റിക്കുവാൻ ഈ ചെല്ലപ്പൻ പറഞ്ഞ ബടായികളാവാം ഇതൊക്കെ. കേട്ടാലോ. ഈ മനുഷ്യനാണ് തിരുവനന്തപുരത്തെ ക്ഷുദ്രം എടുക്കുന്നയാള്. തൃശ്ശൂരും തിരുവനന്തപുരത്തും ഇങ്ങനെ രണ്ടുപേരേ ഉള്ളൂ കേരളത്തിന് മൊത്തത്തിലാകെ. അദ്ദേഹമാണ് നിഷാൽ ചന്ദ്രയുടെ വീട്ടിൽ നിന്ന് 32 തൂണിന്റെ അടിയിൽ ദിലീപ് കുഴിച്ചിട്ടതെല്ലാം എടുത്ത മനുഷ്യൻ. ഇങ്ങേർക്കൊരു സാൻഡ്രോ കാറാണ്, പുതിയ കാർ നിഷാൽ ചന്ദ്ര സമ്മാനമായിട്ട് കൊടുത്തു. അവന് ചെന്നതിന് കാശ് കൊടുത്തത് കൂടാതെ. അപ്പം ദിലീപ് ഇന്ന് കണ്ട വട്ടിക്കൊട്ടയായിട്ടിരിക്കുന്നു. കയ്യിലെ കാശ് മുഴുവൻ കേസിന് പോയി ദിലീപിന്റെ സിനിമയെല്ലാം പൊട്ടി. അതാ ക്ഷുദ്രം ചെയ്ത തിരിച്ചു പറ്റുമെന്ന് പറഞ്ഞ് ഈച്ചാമിണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇദ്ദേഹം ഈ പിശാചിനോട് പിടിച്ച് ഇദ്ദേഹത്തിന് കാര്യമായിട്ട് കാശില്ല. വാടക വീട്ടിലാണ് പുള്ളി താമസിക്കുന്നത്. ആ കാണുന്ന ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ച് കെട്ടിയ ഒരു ഷെഡാണ് പുള്ളിക്കുള്ളത്. മുകളിൽ തകര ഷീറ്റ്. ഭയങ്കര ചൂടായിരുന്നു. ഞാൻ അവിടെ വെച്ചാണ് ഈ ചെലവൻ സന്യാസിയെ കാണുന്നത്. അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടിയാണ് പോയത്. ആഞ്ഞിരക്കിടപ്പിലെ വീടിന്റെ തറയ്ക്കകത്ത് ഇരിപ്പുണ്ട്. അത് എന്താ മാർബിളോ ടൈലോ അതാണ് കട്ട് ചെയ്ത് അത് കുഴിച്ച് വേണം എടുത്ത് മാറ്റാൻ. അപ്പോൾ പിന്നെ അത് കൂടാതെ തോട്ടിൽ ഒഴുക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അതെല്ലാം നിർവീര്യമാക്കണമെങ്കിൽ പുള്ളി വരണമെങ്കിൽ 50,000 രൂപ കൊടുക്കണം. അപ്പോൾ ഇപ്പം 50,000 ഇല്ല. പോയിട്ട് പൈസ അയച്ചു തരാൻ അന്നേരം എടുപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു, അത് എടുപ്പിക്കുന്ന കാര്യം. അപ്പോൾ ആ എടുക്കാൻ വരുന്ന കൂട്ടത്തിൽ വീട്ടിലൊന്ന് കൊണ്ടുപോകാം, അവിടെ പ്രാർത്ഥിച്ച് നോക്കാം, ക്ഷുദ്രമുണ്ടെങ്കിൽ അവിടുത്തേതും എടുപ്പിക്കാം. അന്നായിരിക്കില്ല വേറൊരു ദിവസം. അപ്പോൾ കൺഫേം ആക്കി വെച്ച് 50,000 രൂപ അതിനും കൊടുക്കണം. അതിന് തയ്യാറാണെങ്കിൽ അത് ചെയ്ത് അവിടെ ക്ലിയർ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് കൂടോത്രം പൊക്കുന്നതിന് മുമ്പായുള്ള ഈ ഉടായ്പ ചെല്ലപ്പന്റെ ആ വാമ പൊസിഷൻ ഒന്ന് കാണാം. മദ്യമല്ല, മാരകമായ എന്തോ ആഞ്ഞു വലിച്ചിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്നുറപ്പാണ്. നാക്കുവരെ കുഴഞ്ഞു പോകുന്നു.
ഞങ്ങളെല്ലാ കുറ്റങ്ങളുടെ എല്ലാ കുറ്റങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവമേറ്റ ഒട്ടുവാനുമതിക്കാതെ ദൈവത്തെ മക്കളാൽ അന്തത്തോട് ദൈവത്തിന്റെ വചനത്തോട് ജീവിക്കുവാൻ ഒരു ശുദ്ധ ദൈവം ഞങ്ങൾ സഹായിക്കും പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ പാപത്തുകൾ ലോകത്തിലെ മോഹങ്ങൾ ഞങ്ങൾ ആരും ജീവിതത്തെ വഹിക്കാതെ ദൈവത്തെ മക്കളായി അന്തത്തോട് വിശ്വസിക്കുവാൻ ജീവിക്കുവാൻ പരിശുദ്ധ ദൈവം ഞങ്ങൾ സഹായിക്കും പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ ചെയ്യുന്നവേ ദൈവപ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ അന്റെ കർത്താവേ ഞങ്ങളുടെ കുടുംബം ഈ പ്രവർത്തനത്തിൽ കാവലേക്കും പ്രാർത്ഥിക്കുന്നു. ഈ പ്രേക്ഷകർ കാണാൻ പോകുന്നത് അച്ചായന്റെ വീട്ടിൽ നിന്നും കൂടോത്രം കണ്ടെടുക്കുന്നതാണ്. പറമ്പ് മുഴുവൻ കുഴിച്ച് കുളം തോണ്ടി പുതുതായി പണിത ആ വലിയ വീടിന്റെ സകല ടോയ്ലറ്റുകളും അടിച്ചു പൊട്ടിച്ചു. അടുക്കളയിലെയും ബെഡ്റൂമിലെയും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ടൈൽസുകൾ അടിച്ച് പൊട്ടിച്ച് മുട്ടൻ കുഴിയെടുത്തു. ഒടുവിൽ ചെല്ലപ്പൻ പ്രവാചകൻ ആ സാധനം കണ്ടെടുത്തു. ഇതൊക്കെ കാണുമ്പോൾ അച്ചായന്റെ ആ എക്സൈറ്റ്മെന്റ് ആരും കാണാതെ പോകരുത് കേട്ടോ. ആ ദ്രോഹി കുഴിച്ചിട്ടിരിക്കുന്നത് ഈ നടവാതിലിൻ്റെ നേരെ നടവാതിലിൻ്റെ നേരെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. എന്ത് ചെയ്യാം, അവനറിയായിരുന്നു എവിടെയൊക്കെ കൊണ്ട് വെക്കണമെന്നേ. ഏക്കുന്നിടത്ത് തന്നെ കൊണ്ട് വെച്ചു. നടവാതിലിൻ്റെ നേരെ കൊണ്ട് വെച്ചിരിക്കുന്നു. അത് തന്നെയാണോ? ഓക്കെ. ഉപ്പ് 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 വരവശ്യം വരബന്ധീര വരവശ്യം കർത്താവേ ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വരവരവശ്യം തര ഉപ്പിന് ശുദ്ധിയോഗം പ്രാർത്ഥിക്കുന്നു. ഉപ്പ് ശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു. മണ്ണിൽ അരഞ്ഞ എല്ലാ ശുദ്ധികളും യേശുവിന്റെ നാമത്തിൽ ഉപ്പിന് അന്തരാവശ്യം ശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഉപ്പ് പഥ്യമായി സ്വരൂപം പ്രാർത്ഥിക്കുന്നു. പട്ടണിരിച്ച് പട്ടണത്തിൽ ഉപ്പ് ബദലി പട്ടണത്തെ അശുദ്ധി മാറ്റിക്കളഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഉപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉപ്പ് ശുദ്ധമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഉപ്പ് ശുദ്ധമായി കട്ടെ. ഉപ്പ് മണ്ണിൽ അരഞ്ഞ് മണ്ണിലകത്ത് വന്ന എല്ലാ അശുദ്ധികളും എല്ലാ ബന്ധനകൾ കെട്ടുകൾ ഇടത്തുകൾ യേശുവിന്റെ നാമത്തിൽ നിർഭരമായി മാറും പ്രാർത്ഥിക്കുന്നു. കർത്താവേ ചെയ്യണമേ. ഉപ്പിനെ ശുദ്ധീകരിക്കാവൂ. അന്തര ശുദ്ധീകരിക്കുക തോട്ടം മണ്ണിൽ ശുദ്ധമായിരിക്കും തോട്ടം യേശുക്രിസ്തു നാമത്തിൽ.
നമ്മൾ മറ്റേ ബാത്റൂമിലിട്ടില്ല, ബാത്റൂമിലെ ഉപ്പിടണ്ടേ? ഏ ആ ഇതാണ് സാധനം. അതാണ് സാധനം. ആണോ? നൂല് കെട്ട. ഇനി ഉണ്ടാവുമോ പാസ്റ്ററെ? ഇല്ല, ഇല്ല. ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാം. ഇനി മറ്റൊന്നുമില്ല. ഇത് ചെമ്പാ തോന്നല്ലേ? വീടിനകത്ത് വെള്ളി. ഓ, ചെമ്പും വെള്ളി എല്ലാം കൂടെ തന്നവൻ. നമ്മൾ തമ്മിൽ കുറ്റം പറയരുത്. ഞാൻ അത് അകത്ത് വെച്ചേക്കാം. അപ്പം ഇതിനകത്ത് ആ ദ്രോഹി ഇതിനകത്ത് കെട്ടിക്കൊണ്ട് വെച്ചിരുന്നു. അപ്പം ഞങ്ങളവിടെ പ്രാർത്ഥിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു ബാത്റൂമിനകത്തുണ്ട്, അത് ഏത് ബാത്റൂമാണെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് പിന്നെ വാഷ് ബേസിനുള്ള ബാത്റൂം, അല്ല ആ വാഷ് ബേസിന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ആദ്യം അവിടെ വാഷ് ബേസിൻ ഇല്ല. പിന്നെ എൻ്റെ ബാത്റൂമിൽ നോക്കിയപ്പോൾ അവിടെ വാഷ് ബേസിനുണ്ട്, പക്ഷെ പ്രാർത്ഥിച്ചു പറഞ്ഞാൽ അവിടെ അല്ല, കോമൺ ബാത്റൂമിലും അല്ല. പിന്നെ വന്ന് നോക്കിയപ്പോൾ ഇവിടുത്തെ ഉപയോഗിക്കുന്ന ബാത്റൂം ഇതിനകത്തായിരുന്നു കേട്ടോ. ഇതിനകത്ത് ആ ദ്രോഹി ഇതിനകത്ത് കയറ്റിയിട്ട് വെച്ചിരുന്നു. ഇപ്പം ഞങ്ങൾ തല്ലി പൊട്ടിച്ച് നോക്കിയപ്പോൾ തേണ്ട കിടക്കുന്നു സാധനം. തേണ്ട കണ്ടോ? പൊട്ടിച്ചപ്പോൾ താഴെ വീണതാണ്. പിന്നെ എങ്ങനെ നിനക്ക് രോഗം വരാതിരിക്കുന്നത്? നിന്നെ മാത്രം ഉദ്ദേശിച്ച് വെച്ചതാ ഇത്. നിന്നെ മാത്രമല്ല, എന്നോടുള്ള വൈരാഗ്യത്തിന് നീ രോഗം വന്ന് ചാകണം. കണ്ടോ? അതിന് ബാക്കി ഞങ്ങൾ പിന്നെ പറയാം. അപ്പോൾ സ്തോത്രം കർത്താവേ, അവിടെ നിന്ന് ഇത് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. അപ്പം ഞാനത് തല്ലിപ്പൊട്ടിച്ചപ്പോൾ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. പിന്നെ നോക്കിയപ്പോഴാണത് ഇതിനടിയിൽ കൂടെ താഴോട്ട് വീണ് കിടക്കുന്നത്. ഇതാണ് ആഞ്ഞലിക്കടുപ്പിൽ നിന്ന് കിട്ടിയ സാധനം. ഇതുവരെ ഞങ്ങൾ മാന്തി എടുത്തതിലേക്കും വലുതാണിത്. ഈ മറ്റേതൊക്കെ ഇതിന്റെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പെട്ടിയാണോ? പേപ്പർ പേപ്പറോടെ കൊണ്ടോ? പേപ്പർ ഉണ്ടോ? ന്യൂസ് പേപ്പർ, എന്തെങ്കിലും പേപ്പർ. കത്രിക ഇത് പോരാ, ഇച്ചിരൂടെ വലുത് വേണം. മതിയോ? അയ്യോ കർത്താവേ, സ്തോത്രം. കാണിച്ചു തന്നതിനായി സ്തോത്രം. നമ്മൾ 2 അടിയോളം താത്തു. 2 അടി താത്തപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ടതാ. ഇതിന്റെ നൂലിന്റെ കളർ പോലും പോയിട്ടില്ല. നമ്മൾ കുഴിച്ചിട്ട 1 മാസം കഴിയുമ്പോൾ നമ്മൾ കുഴിച്ചിട്ടാ പോവും, കളറും പോവും, എല്ലാം പോവും. ഇതേലൊക്കെ ഒന്നും പിടിക്കുകയില്ല. 4 വശവും കെട്ടിയിരിക്കുക, 4 ദിക്കും കെട്ടിയിരിക്കുക. ചെമ്പാണോ? ചെമ്പ് ചെപ്പിനകത്താ. ചെമ്പ് പെട്ടി. പെട്ടി എന്നാലും ചെപ്പെന്നാ പറയുന്നത് കേട്ടോ. ചെപ്പിനകത്ത് അടിച്ച് വെച്ചിരിക്കുക, അതാ ഇത്രയും വലുത്. നമ്മുടെ വീട്ടിലത്തെ രാവിലത്തെ വെള്ളിയാ, വെള്ളിത്തകിടാ കിട്ടി. അത് ഇച്ചിരൂടെ കാശ് മുടക്കി ചെയ്തതാ. വെള്ളിക്ക് ഗോൾഡിന്റെ അതിന്റെ അടുത്ത് എത്തിച്ച വിലയില്ലേ? ഇത് പൈസയുള്ള ആരോ ചെയ്തിരിക്കുന്ന. നല്ല പൈസ കൊടുക്കണം ഇതൊക്കെ. ഇതിനും കാണാം.
വായിക്കാനൊക്കെ അറബിയല്ലേ വായിക്കാൻ പറ്റുമെങ്കിൽ അരബിയില്ല, ഇത് എന്തുകൊണ്ട് ചെയ്തത്? ഹിന്ദുക്കളെ അത് ആ ഹിന്ദുവിൻ്റെ അതല്ലേ? അറിവില്ല. മലയാളം വായിക്കാൻ പറ്റില്ല. അക്ഷരം സംസ്കൃതമാണെങ്കിൽ അത് ആയിരിക്കും കേട്ടോ, സാൻസ്ക്രിറ്റാ. 3 4 4. ഓ ചാത്തൻ ചാത്തൻ കുട്ടിച്ചാത്തനെ കാലൻ പോത്തിനെ കാലൻ 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 ഓയ് മരണം കൊണ്ടുവരാൻ വേണ്ടി വാദിക്കുന്ന മരണം കാലം. ഇവിടെ വരാൻ വേണ്ടി ചെയ്തതാ കണ്ടോ. അതാണ് കാലം. നമുക്ക് ഒരു വെള്ള പേപ്പർ വേറെ ഉണ്ടെങ്കിൽ എടുത്ത് കാലം. പിന്നെ നമുക്ക് എടുക്കണം വെച്ചേ ബാക്ക്ഗ്രൗണ്ട് ശരിയാക്കിക്കണം. കാറ് ആക്സിഡന്റ്. കാർ ആക്സിഡന്റ് ഉണ്ടാകാൻ. പട്ടി. പട്ടി? അയ്യോ, പട്ടി എന്തിനാ? പട്ടി കടിക്കാൻ. പട്ടി കഴിക്കാൻ? വേപ്പട്ടി കടിച്ചാണേലും നമ്മൾ ചാകാൻ. മീന്. ഒറ്റ മീന്. അതെന്തിനായിരിക്കും? അതൊക്കെ എന്താ പറയുക, ഒരു സ്ത്രീ ഒരു സ്ത്രീ എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എഴുതുന്നത്. ഒരുമിച്ച് നിർത്താതെ ഇരിക്കാൻ. ആ, ഒരു സ്ത്രീ ഒരു പുരുഷനോ? ഒരു പുരുഷൻ, ആ 2 കണ്ണ്. ആ, കുറെ ഏറെ ഉണ്ടല്ലോ ഇതിപ്പോ. ആമാ, അതിനകത്തിൻ്റെയാ? അതിന്റെ മീനിങ് എന്നതാ? മാമയുടെ മീനിങ് അതെന്നെ സ്ലോ മോഷൻ ആയിരിക്കും എല്ലാം. കാളി അല്ല, ദുർഗ. ആ, ദുർഗ. വീട്. അത് വീണ്ടും വീട്. വീട് വീട് വേറെ ഇല്ലല്ലോ. ആ, വീട് കാറാ മുമ്പേ കിട്ടിയത്. കയ്യ്. കൈ എനിക്ക് കൈക്ക് പ്രശ്നമുണ്ടോ? ഉണ്ടായിരുന്നു. കാല്. കാല്. പുരുഷൻ. പുരുഷൻ. 2 പുരുഷൻ, ഒരു സ്ത്രീ, 2 സ്ത്രീ. ആ, 2 സ്ത്രീ. ഇവിടെ ഒന്ന് അനിതയും ഒന്ന് ഇവിടുത്തെ അമ്മയും. അമ്മച്ചി. അമ്മ. 2 സ്ത്രീ. കാളി. ഭദ്രകാളി. ശൂലം. ശൂലം. ശൂലം എന്തിനാ? ശൂലം. അത് മാരകായുധമാ. പിന്നെ ആ നീളമുള്ള തന്നെ അപ്പുറത്തെ. അതിന് ശൂലത്തിന്റെ അപ്പുറം ഇരുന്നേ അതെന്നതാ? അത് സൂചിയോ? ശൂലത്തിന് ഒരു കയ്യിലായിരിക്കും. ആ, ശൂലം ഓടിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ സ്വർണ്ണം. ഇത് സ്വർണ്ണം കണ്ടോ? സ്വർണമാണോ? സ്വർണം. കാന. പശു. പിന്നെ ഇത് പന്നി. സിംഹം. ഇതാണ് സ്വർണം. അയ്യോ, കാശ് മുടക്കി തന്നെ മുടക്കി ചെയ്യണം. സ്വർണം വെക്കണമെങ്കിൽ കാശ് ഇഷ്ടം പോലെ മുടക്കി ചെയ്തതാ കേട്ടോ. ഇത് ഇച്ചിരി സ്വർണ്ണല്ലേ? അല്ല, ഇച്ചിരി എത്ര ഗ്രാം ഉണ്ടെന്നോ? ഇവിടെ വെച്ച് എത്ര ഗ്രാം ഉണ്ടായിരിക്കുന്നു അത്? നമ്മളിത് എടുക്കരുത് കേട്ടോ. സ്വർണ്ണത്തന്നെ വില 1 പവന് 1 ലക്ഷമാ. 1 ലക്ഷമായി. അല്ല, ഇത് വെച്ച കാലത്ത് അറിഞ്ഞു വെച്ചതാ. ഇത്രയും സാധനമുണ്ട് കേട്ടോ. കർത്താവേ, ഇത് കാണിച്ചു തന്നതിനായി സ്തോത്രം. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമായ ആ സ്വർണത്തിന്റെ ഒന്നുകൂടെ എടുക്കട്ടെ. ഉണ്ടോ നടുക്ക് സ്വർണം? അതെന്നാ രൂപമാണോ? വേറെ ഏതാണ്ടൊക്കെ കളറ് നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ വെച്ചിരിക്കുക. ഇത് വെള്ളിയാ. സ്വർണവും വെള്ളിയും ചെമ്പും കേട്ടോ. കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ പാടോ? പിന്നെ വെച്ചോണ്ടിരിക്കാൻ സമയമില്ലല്ലോ. സമയമില്ല. ഇത് കത്തിച്ചേച്ച് വാഷൊക്കെ പാലക്കാടിന് പോകേണ്ടത് ഇന്ന് തന്നെ. നാളെ പാലക്കാട് ഇതേ വിഷയം തന്നെയാണോ? മറ്റൊരു വിഷയം. ഇത് പറ്റുമായിട്ട് ഒരു സ്ഥലത്ത് അവര് എടുത്ത്, ഞാൻ ശ്രദ്ധിച്ചില്ല. അവര് വാട്സപ്പിൽ വന്നു. വാട്സപ്പിൽ വന്ന് SI എന്നെ വിളിച്ചു. നമ്മളിത് ഡിസ്ട്രോയ് ചെയ്തതാന്ന് പറഞ്ഞു. അവർക്ക് അറിയത്തില്ല, കുഴപ്പമില്ലെന്ന്. പക്ഷെ കേസ് വന്നത് നമ്മുടെ അകത്താ. കേരളത്തിൽ ശിക്ഷാനമാണ്. കേരളത്തിൽ എടുക്കാൻ പാടില്ല. കേരളത്തിൽ ഇറക്കാൻ പാടില്ല. വെക്കാനോ എടുക്കാനോ പാടില്ലാത്ത അങ്ങനെ ഒരു നിയമം കേരളത്തിൽ ഇപ്പൊ മണ്ണെണ്ണ ഒഴിക്കും മോനെ. ഉണ്ടോ മോനെ? ഉണ്ടോ? വെയിറ്റ് മതി.
ആങ്കിളിൻ്റെ ഇതിൻ്റെ കല്ലുണ്ട് ചോറിൻ്റെ കല്ല്. വാഷ ഉള്ളി കയറി വാഷ അല്ല ഉള്ളി അകത്ത് കയറി. ഇനിയാണ് ഈ വീഡിയോയുടെ പ്രധാന ഭാഗം. തങ്ങളുടെ വീട്ടിലുണ്ടായ സകല അനർത്ഥത്തിന്റെയും കാരണം ഈ കൂടോത്രമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു, ഭാര്യയോട് പറയുകയും ചെയ്യുന്നത് കണ്ടാലും. അത് പാസ്റ്റർ കൈകാര്യം ചെയ്തു. ഞാൻ അതിനോടൊക്കെ എടുത്തോളാം. ഇങ്ങനെ പാസ്റ്റർ അത് കൈകാര്യം ചെയ്തു. ഇതിനിടയ്ക്ക് വീഡിയോ ഫോട്ടോ അല്ല എടുത്തു. ദൈവം വെളിപ്പാട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. വെളിപ്പാടുള്ളവർക്ക് ഇത് കാണാൻ പറ്റത്തില്ല. ഇത് നല്ല ഒരു കട്ട പോലെ എല്ലാം കട്ട പോലെ എല്ലാം കട്ട പോലെ ഇരിക്കും. ഇവിടെ ഒരു മുസ്ലിം പണിക്കാരനുണ്ടായിരുന്നു. അയാളെ കൊണ്ടാ ഇത് ഏതാ തപ്പിപ്പിടിച്ച് പുള്ളി പോയത്. അയാളെ കൊണ്ടാണ്, അല്ലാതെ പുള്ളി ഒറ്റയ്ക്ക് പോവുകയില്ല. പന്തളത്തോ ചെന്നത്. പന്തളത്ത് അടിപൊളിയല്ലേ. കറുത്ത ചരടും ഉണ്ടോ? ചരട് കഴിക്കാം. നമുക്ക് കത്രിയും വേണം. ഞാനേ അതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് എടുക്കുകയും വേണം. അതേപടി ഇരിക്കുന്നത്. എന്നിട്ട് പിന്നെ എൻ്റെ മോനെ നഷ്ടപ്പെടുത്തിയ ബന്ധനമായത്. അതെൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ കേൾക്കത്തില്ല. ഞാനത് ആകുന്നത് അന്ന് മുതലേ പറയുന്നുണ്ട്. ഇത് കുവൈറ്റ് വെച്ച് ഞങ്ങൾക്ക് വെളിപ്പെട്ടതാണ്. പക്ഷേ ഭാര്യ വിശ്വസിക്കുന്നില്ല. അതാരാണ്ട് പ്രവാചകന്മാർ ചുമ്മാ പറയുന്നതെന്നാണ് പറഞ്ഞത്. പ്രവാചകന്മാർക്ക് ചുമ്മാ പറയേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലും നന്മയുണ്ടോ അവർക്ക്? അല്ല, പ്രവാചകൻ കാരണം കറക്റ്റ് പറഞ്ഞു തന്നു. പക്ഷേ ഇത് വിശ്വസിച്ചേറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ ഈ കുഴപ്പം വരത്തില്ലായിരുന്നു. വിശ്വസിച്ചേറ്റെടുത്ത് പ്രാർത്ഥിച്ച് ഇപ്പോൾ 1.5 അടി താഴ്ച നമ്മൾ കുഴിച്ചിട്ട് ദൈവാത്മാവ് കാണിച്ചിട്ട് അത് എടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാം. പാസ്റ്റർ ഇത് കട്ട് ചെയ്ത് ഇനി കത്തിക്കണം. കണ്ടോ? ഉമ്മൻചാണ്ടിയുടെ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പത്രത്തിൽ ഒക്കെ വാർത്തയായിരുന്നു. ക്യാൻസറിന് ചികിത്സയായിരുന്നു. അവിടെ കൊണ്ടുപോയി, ഇവിടെ കൊണ്ടുപോയി, ഇറങ്ങാണ്ട് കൊണ്ടുപോയി എന്നൊക്കെ മാംഗ്ലൂർ കൊണ്ടുപോയി. മാംഗ്ലൂർ കിടന്നാണ് മരിക്കുന്നത്. പക്ഷേങ്കിൽ ആ വിചാരത്തിന് ഇംഗ്ലീഷ് മരുന്നില്ല കേട്ടോ. എന്നോട് ഞാൻ പറയുന്നു, നിൻ്റെ അസുഖം എന്തുവാ, ക്യാൻസർ അല്ല, ക്യാൻസറിൻ്റെ മരുന്നാണ് നീ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിചാരം ഈ സാധനം കൊണ്ട് വന്ന അസുഖമാണ്. പറഞ്ഞാൽ വിശ്വസിക്കണ്ടേ? പ്രവാചകൻ ചുമ്മാ പറയുന്നതാണോ? പണ്ടെങ്ങാണ്ട് എത്ര വർഷമായിട്ട് പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുക. വരുന്നവരെല്ലാം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇന്ന് ദൈവം ഇതിനെ നമ്മുടെ കണ്ണും മുമ്പിൽ കാണിച്ചു തന്നു. വസ്തുവകകൾ അപകരിക്കാൻ ഇച്ചിരിയും വസ്തു ഏതാ ഒത്തിരി ഉണ്ടോ? വീട് അപകരിക്കാൻ അതെങ്ങനെയാണ് 1 by 1 ആയിട്ട് ഇല്ലാതാക്കി. ഇത് അന്ന് പറഞ്ഞത് വിശ്വസിച്ചിരുന്നേ നമ്മുടെ മോൻ ഇങ്ങനെ മരിച്ചു പോകത്തില്ലായിരുന്നു കേട്ടോ. നീ ഇരുന്ന് സങ്കടപ്പെടണ്ട. അതിനോട് അനുദപിച്ച് ദൈവസന്നിധി വന്നാൽ മതി. കർത്താവെ തെറ്റ് പറ്റിപ്പോയെന്നും പറഞ്ഞ്. ഇത് അടുത്തത് ഇപ്പം നമ്മളിത് എടുത്തില്ലായിരുന്നെങ്കിൽ അയാൾ ആൽബം തന്നേച്ച് എന്നോട് എന്നതാ പറഞ്ഞേ, അല്ല നിൻ്റെ അടുത്ത മകനും മറ്റേ മകനും ഇതുപോലെ മരിക്കുമെന്ന്. കാരണം അവൻ ഇത് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് അവൻ ഉറപ്പല്ലേ അവന് അങ്ങനെ പറഞ്ഞത്? അവൻ ഉറപ്പാണ് മരിക്കുമോ എന്ന്. ഇരിക്കുകയായിരുന്നു പല കാര്യവും പറഞ്ഞാൽ മരിച്ചു കിടക്കുമ്പോൾ. ഞാൻ വേദനയോടെ ഇരിക്കുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ടാണ് എന്നോടിത് പറയുന്നത്. അതാ മൈൻഡ്. എന്നിട്ടോ പത്രത്തിൻ്റെ ചരമവാർത്തയുടെ അടിയിൽ ഈയുടെ നമ്പർ കൊടുത്തു. എന്ന് വെച്ചാൽ ആരും സാധാരണ നമ്പർ കൊടുക്കുന്നില്ല. ഇവൻ വിളിച്ചവർക്കെല്ലാം എങ്ങനെയാണ് മരിച്ചെന്നുള്ളത് കിട്ടിയാന്ന് എത്താന്ന ആത്മഹത്യ ചെയ്തെന്നാ ഇവൻ പറഞ്ഞു കൊടുത്തു. കണ്ടോ?
അത് എന്നാ മൈൻഡായിരുന്നു ആ മനുഷ്യൻ്റെ. പിന്നെ ഇത്രയൊക്കെ ഈ വീട്ടിൽ വരത്തുള്ളൂ, അതെനിക്ക് അറിയാം. അതിന് വേറെ കാര്യമുണ്ട്. ഓണം വരാനൊരു എന്നാ മൂലം വേണമെന്ന് പറയുന്ന പോലെ. ഇത്ര ചൊവ്വില്ലാത്തവൻ കണ്ട മനുഷ്യനെ തമ്മിലടിപ്പിച്ച് നശിപ്പിക്കാൻ വെച്ചിരുന്ന സാധനം ജീവിച്ച കാലത്ത് സ്വസ്ഥത തന്നിട്ടില്ല. ഏതാ ഈ നാശപ്പിടിച്ച മനുഷ്യൻ ഇവിടെ വന്നേ പിന്നെ ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടില്ല. അതായത് കേട്ടോ നിങ്ങളെ ശണ്ടകളും ശണ്ടകൾ പണക്കങ്ങളും ഇവള് ഇതാ അങ്ങ് ഏറ്റു. ശരിക്ക് എന്ത് വിഷമിപ്പിച്ചിട്ടുണ്ടെന്നോ. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ തമ്മിലടിച്ച് പിരിഞ്ഞ് പോകത്തില്ലേ. ഞാൻ പിന്നെ ശാന്തമായിട്ട് മൗനമായിട്ടിരുന്നു. ഞാൻ ജയിച്ചത് എങ്ങനെയാണെന്നോ, ഉപവാസവും പ്രാർത്ഥനയും. ഏതാ നാണക്കേടല്ലേ ഇങ്ങനെ തമ്മിലടിച്ച് പിരിഞ്ഞു പോയെന്ന് വേണമെന്നാ. അതിന് ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ കുടുംബം നിലനിന്നത്. അതുകൊണ്ട് ദൈവം പറഞ്ഞ് ശണ്ടകളും വാദങ്ങളും വഴക്കങ്ങളും അപരകാമൻ ലോകത്തും വേർതിരിഞ്ഞു പോലെ അതുപോലെ കുടുംബമായിട്ട് വേർതിരിഞ്ഞു പോകാൻ ചെയ്തതാണ് വിചാരം. അത് വരുമ്പോഴാണ് ശണ്ടകൾ വരുന്നത്, വഴക്കുകൾ വരുന്നത്, പണക്കം വരുന്നത്. അത് കഴിഞ്ഞ് വചനം ശുശ്രൂഷിച്ചത് നിങ്ങളുടെ കുടുംബത്തെ ഞാൻ അറിയാതെ ശുശ്രൂഷിച്ചത്. ദൈവാത്മാവ് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത്. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളെ ഭാര്യ ഭർത്താവ് ഇങ്ങനെ സ്നേഹത്തിലാണോ സന്തോഷത്തിലാണോ? സന്തോഷത്തിലല്ലായിരുന്നു. എനിക്കിപ്പോൾ മറ്റേ പാസ്റ്ററുടെ മുമ്പിൽ ഇരുന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ തമ്മിൽ ഭിന്നതയിലായിരുന്നു എന്ന് എനിക്ക് മറ്റേ പാസ്റ്ററുടെ മുമ്പിൽ സമ്മതിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ കുറ്റമല്ലെന്നും എനിക്കറിയായിരുന്നു. പണ്ടേ ഈ ദൈവാത്മാവ് ദൂത് പറഞ്ഞ് പ്രവാചകൻ പറഞ്ഞു തന്നിരുന്നു നിങ്ങളെ തമ്മിലടിച്ച് പിരിക്കാൻ നോക്കുന്നുണ്ട് എന്ന്. അപ്പം നമ്മളതനുസരിച്ച് നിന്നു ഞാൻ. പക്ഷേ എൻ്റെ വൈഫിന് അതനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിക്കാനുള്ളത് ഞാൻ അനുഭവിച്ചു. ഇതെല്ലാം കഴിഞ്ഞിപ്പോൾ അച്ചായൻ ചെല്ലപ്പൻ പ്രവാചകന്റെ കടുത്ത അനുയായിയായി മാറി. സകല ബന്ധുവീടുകളിലും പോയി ഇപ്പോൾ കൂടോത്രം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരെണ്ണം നമുക്കൊന്ന് കാണാം. 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് കൂടോത്രം പൊക്കാനുള്ള റേറ്റ്. ഓർക്കുക, നമ്മുടെ കളക്ടർമാർക്ക് പോലും പ്രതിമാസം 2.5 ലക്ഷം രൂപ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കണം. പാമ്പിന്റെ തലയിലെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിട്ട് ദൈവത്തിന് പകരമാകുകയാണ്. വരം നമ്മുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മറഞ്ഞടക്കുന്നു ദോഷമുള്ള നാമത്തിൽ ഉടച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു. അതായത് ഇനി ഞങ്ങളെ ആഴത്തിലേക്ക് കുറിക്കണമോ? നിങ്ങളുടെ വടവും പ്രാർത്ഥിക്കും, ഞങ്ങളുടെ വടവും പ്രാർത്ഥിക്കും, ഞങ്ങളുടെ വടവും പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ വടനായി പ്രാർത്ഥിക്കും. പിന്നെ വേണ്ട നമുക്ക് ഇവിടെ വേണം. തിരിച്ച് ഇവിടുന്ന് കൊടുക്കാം ലൈറ്റ്. ഓക്കെ മുഖത്തടിക്കാതിരിക്കും. ഈ ലൈറ്റ് പിടിച്ചോ. മറ്റേത് ഓഫ് ചെയ്യണം. എന്നാൽ അതോടെ കത്തിച്ചാൽ ഇവിടെ ചെയ്യണം. ഇവിടെ ചെയ്യുന്നിടത്ത് വേണം. കറക്റ്റ് തിരയുന്നിടത്ത് വേണം. സെർച്ച് ചെയ്യുന്നിടത്ത് ലൈറ്റ് പോയി കിട്ടണം. നമുക്ക് കത്രി വേണം, ഇച്ചിരി വെള്ളം വേണം. മോളെ എൻ്റെ മുറിയിൽ നിന്ന് കത്രി എടുത്തിട്ടുണ്ടോ? അവനെ വെള്ളം കൊണ്ട് കഴുകണം. ഇവിടുത്തെ പൈപ്പ് തുറന്നിട്ടേക്കാണ്. കഴിക്കണം. ചുമന്ന കേരളം അത് പാസ് പറഞ്ഞാൽ അതന്നെ
വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റില്ല, രൂപങ്ങളാണ്. ഇത് അക്ഷരങ്ങളാണ്. ഒരുമിച്ചല്ലേ എഴുതിയിരിക്കുന്നത്? നല്ല കളം വരച്ച് കളത്തിലാണ് മന്ത്രം. മന്ത്രം കളം വരും. കളവ രാമൻ്റെ ഭദ്രകാളി അല്ലേ? ഓ, ഭദ്രകാളി. പുരുഷൻ 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 നമ്മുടെ ഭാഷ വൈഫ് വൈഫ് ഭാര്യയാണ്. വൈഫ്, ഭാഷയുടെ വൈഫ്. കാല് കാല് ചെയ്ത കൈ കണ്ണ് വീട് 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 ഒരുമിച്ച് നാലാണ്. നിങ്ങൾ 4 പേരല്ലേ? 4 പേര്. ഞാൻ ഒന്നാ കണ്ടത്.
എന്നിട്ട് പുറത്തൊന്ന് അടുക്കി വെച്ചിട്ട് നമുക്കറിയത്തില്ലല്ലോ. എൻ്റെ നാലെണ്ണ ഒരുമിച്ചല്ലേ, നാലെണ്ണ ഇത് നോക്കി. പേരം ഓക്കെ കത്തിക്കാൻ കാര്യമാണ് നിൽക്കാൻ കഴിക്കുക. അങ്ങനെ വെച്ചൊക്കെ അതിലും വെച്ചൊക്കെ മകളുടെ കഴിച്ച് നാമത്തെ ജയമടക്കുന്നു. ഭാര്യയ്ക്ക് വിശ്വാസം വരുവാൻ വേണ്ടി അച്ചായൻ തന്നെ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുത്ത ആ വീഡിയോ ഭാര്യയുടെ ഫോണിൽ നിന്നും എങ്ങനെയോ മറ്റു കുടുംബാംഗങ്ങൾക്ക് എത്തുകയും അവരുടെ കയ്യിൽ നിന്ന് മറ്റു ചില ഗ്രൂപ്പുകളിൽ എത്തുകയും ഒക്കെ ചെയ്താണ് ഒടുവിൽ കറങ്ങിത്തിരിഞ്ഞ് ഈ വീഡിയോ ഞങ്ങളുടെ കയ്യിലെത്തിയത്. കൊണ്ടിയോ കൂടോത്രമോ ഉണ്ടെങ്കിൽ ചെല്ലപ്പൻ പ്രവാചകൻ ഉണ്ട് എന്ന അടിക്കുറിപ്പോടെയാണ് ഇതിപ്പോൾ കറങ്ങുന്നത്. ഇതിലെ ഉടായ്പ് എന്ന് പറയുന്നത്, ഈ ചെല്ലപ്പന് പണ്ട് ഹാൻസും പാൻപരാഗും ഒക്കെ തെരുവിൽ കച്ചവടമായിരുന്നു. ചില പാസ്റ്റർമാരുടെ കൂടെ വീടുകളിൽ കൂടോത്രം കുഴിച്ചിടാൻ പോയി ഒടുവിൽ ഇയാൾ ഇപ്പോൾ മെയിൻ മേശിരിയായി മാറി. ഇയാളുടെ തട്ടിപ്പിന്റെ രീതി എന്ന് പറയുന്നത് ചെളിപുരണ്ട് ഏതാണ്ട് പഴക്കം തോന്നിക്കുന്ന പൊതികളും തകിടുകളും ഒക്കെ ഇയാൾ കയ്യിൽ കരുതും. അവസരത്തിനായി കാത്തു നിൽക്കും. ഇത്തരം അച്ചായന്മാർ എക്സൈറ്റ്മെന്റ് കൊണ്ട് പിച്ചും പേയും ഒക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അച്ചായ പോയ ഉപ്പെടുത്തോണ്ട് വാ, മഞ്ഞൾ പൊടി എടുത്തോണ്ട് വാ എന്നൊക്കെ പറയുമ്പോൾ ഇവർ അനുസരണയോടെ അത് എടുക്കാൻ ഓടിപ്പോകും. ആ ഗ്യാപ്പിൽ ഇവന്മാർ കയ്യിൽ കരുതിയ തകിടുകൾ ആ കിളച്ചിട്ട മണ്ണിലേക്ക് ഇട്ട് മൂടും, ഇളക്കിയിടും. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ കറണ്ടിയൊക്കെ വെച്ച് കിള്ളി എടുത്ത് തിരിഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കും. ഊളകൾ ഇത് കണ്ട് അന്തം വിടും, സ്തോത്രം പറയും, ചിലപ്പോൾ മറുഭാഷയും പറയും. ചെല്ലപ്പനെ പോലെയുള്ള ഇത്തരം ഊളകളെ എവിടെ കണ്ടാലും ഓടിച്ചിട്ട് പിടിച്ച് 2 എണ്ണം പൊട്ടിച്ച് പോലീസിൽ കൊടുക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.